ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് നമ്മൾ ആന്ധ്രാപ്രദേശ് പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന വ്ളോഗാണ്. ഇതിൻ്റെ ഷോർട്ട് വ്ളോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. അപ്പം നമ്മളിത് ഫാമിലിയിൽ കുറച്ചധികം ആൾക്കാർ ഒരുമിച്ച് പോകുന്നൊരു യാത്രയാണ് കേട്ടോ. നമ്മൾ പോകുന്നത് ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ സായിബാബേൻ്റെ ആശ്രമത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അദ്ദേഹം നമുക്ക് കൊയിലാണ്ടിയിൽ നിന്നായിരുന്നു ട്രെയിൻ. ഈ ട്രെയിൻ കോഴിക്കോട് നിന്ന് എടുക്കുന്നതാണ് കേട്ടോ. വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ കോഴിക്കോട് നിന്ന് എടുക്കും. ഡയറക്റ്റ് ബാംഗ്ലൂർക്കുള്ള ട്രെയിനാണ് കേട്ടോ. നമ്മൾ കൊയിലാണ്ടിയിൽ നിന്ന് ഒരു 3:35, 40 ആയപ്പോൾ കേട്ടോ നമുക്ക് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത്. ട്രെയിനിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ള സ്നാക്സൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചു. പിന്നെ നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയതാണ് കേട്ടോ രാത്രി കഴിക്കാനുള്ളത്. പിന്നെ രാവിലെയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ബാംഗ്ലൂർ എത്തും. അങ്ങനെ നമ്മളത് ഓൾമോസ്റ്റ് കിടക്കാനുള്ള സമയമായി. ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം മോൻ കിടക്കുന്നത് കൊണ്ട് ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോൾ എണീച്ചു കേട്ടോ. അപ്പോൾ 3 മണിയൊക്കെ ആകുമ്പം ഉള്ള കാഴ്ചയാണിത്. അപ്പോഴേക്കും 4-4:30 ആയപ്പോൾ എല്ലാവരും എണീക്കാൻ തുടങ്ങി. പിന്നെ നമ്മളൊരു 6 മണി 7 മണിയോട് അടുപ്പിച്ചാണ് കേട്ടോ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു നല്ല സൺറൈസൊക്കെ കണ്ടിട്ടാണ് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാംഗ്ലൂർ ഇറങ്ങി ഫസ്റ്റ് തന്നെ എല്ലാവരും കൂടി ആദ്യം കോഫിയാണ് കേട്ടോ കുടിച്ചത്. നമ്മൾ ബ്രഷൊക്കെ ട്രെയിനിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു കോഫിയൊക്കെ കുടിച്ചു. നല്ല കോഫി എന്ന് പറയാൻ പറ്റില്ല, നല്ല റേറ്റാണ്. ഒരു 40-60 രൂപയൊക്കെയാണ് കേട്ടോ അവരുടെ കോഫിക്ക് റേറ്റ്. പിന്നെ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ പോയി ഫുഡ് കഴിച്ച് വന്നിട്ട് നമ്മളെ ലഗേജൊക്കെ പുള്ളിക്കാരനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പോയി ഫുഡ് കഴിച്ചു കേട്ടോ. നമ്മൾ സ്റ്റേഷൻ്റെ ഉള്ളിലത്തെ ആര്യഭവനിൽ നിന്നെയാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡ് കടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ സ്റ്റേഷനിലേക്ക് വന്നു. നമുക്ക് 4th-ലോ 5th-ലെങ്ങാനായിരുന്നു കേട്ടോ നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മളെ ട്രെയിൻ വന്നു ആന്ധ്രയിലേക്കുള്ള. അങ്ങനെ നമ്മളെല്ലാവരും ട്രെയിനിൽ കയറിയിട്ടു. ഇത് മറ്റേ പാസഞ്ചർ ട്രെയിനാണ് കേട്ടോ, നമ്മൾ ലോക്കൽ ട്രെയിനില്ലേ അങ്ങനത്തെ ട്രെയിനാണ് കേട്ടോ. പിന്നെ പോകുന്ന വഴിയൊക്കെ എനിക്ക് ഈ ഹംപി പോലെയൊക്കെയാണ് കേട്ടോ തോന്നിയത്. കാരണം ഹംപിയിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും, അവിടുത്തെ ഒരു പ്രകൃതി ഭംഗി പോലെയാട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി. ഈ സ്റ്റേഷൻ്റെ പേര് ശ്രീ സായി പ്രശാന്തി നിലയം എന്നാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊന്നും ഞാൻ അധികമായിട്ട് എടുത്തിട്ടില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോസോ ഫോട്ടോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ ഈ പുറത്തിറങ്ങിയ സമയത്ത് മാത്രം കുറച്ച് ഫോട്ടോസും വീഡിയോസുമാണ് കേട്ടോ എടുത്തത്. നമ്മൾ അവിടുത്തെ ഗോശാലയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സായിബാബ ജനിച്ച സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പാരൻസിൻ്റെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം. പിന്നെ നമ്മൾ ചിത്രാവതി നദി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു കേട്ടോ നമ്മളവിടെ ആകപ്പാടെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആശ്രമത്തിലെ ഭജന കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെയൊന്നും നമുക്ക് വീഡിയോസോ ഫോട്ടോസോ ഒന്നും അലൗഡ് അല്ല. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ വന്നു കഴിയുമ്പോൾ ഫുൾ സായിബാബേൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. ഇത് നമ്മളവിടെ ചെന്നിട്ടുണ്ടായിരുന്ന ഒരു റൂമാണ് കേട്ടോ. നമ്മൾ ഒരു ഫ്ലാറ്റ് പോലുള്ളൊരു റൂമാണ് കേട്ടോ നമുക്ക് തരിക. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളൊരു സ്റ്റോറുണ്ട്. അപ്പോൾ ആ സ്റ്റോറിൽ നിന്ന് ഞാൻ കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കൊരു ചുരിദാർ, ഈ ഒരു പാൻറ്റ്, പിന്നെ ഇതേപോലത്തെ കുറച്ച് വിക്സ്, റോളോണ്, വാസ്ലീൻ, അതൊക്കെ തന്നെ. കാരണം ഇതിനൊക്കെ ഇവിടെ ടാക്സ് ഫ്രീ ആണ് കേട്ടോ. അപ്പം നമ്മളെ നാട്ടിൽ കൊടുക്കുന്ന പൈസേൻ്റെ കുറച്ച് പൈസ കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെ 3 ദിവസത്തെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞത് നമ്മൾ തിരിച്ച് വീണ്ടും സ്റ്റേഷനിലെത്തി. അപ്പം സ്റ്റേഷനിലെത്തിയതിന് ശേഷം ഇനി നമുക്ക് തിരിച്ച് ട്രെയിനുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ബാംഗ്ലൂർ ചെന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് നേരെ നാട്ടിലേക്കുള്ള ട്രെയിനാണ് കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഈ മസാലപ്പൂരി കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു പേടിയുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു യാത്രാവിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ യാത്രാവിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വരാം. ഓക്കെ, ബായ്.